ഹലോ, ഇന്നത്തെ വീഡിയോ വീക്ക്ലി പ്ലാനിങ്ങിനെ പറ്റിയാണ്. നമ്മുടെ ഹോം മേക്കിംഗ് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് വീക്ക്ലി പ്ലാനിങ്. ഹോം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടാസ്കുകൾ ഉണ്ടാവുമല്ലേ. അപ്പോൾ നമ്മൾ പ്രോപ്പർലി പ്ലാൻ ചെയ്തില്ലെങ്കിൽ അത് എല്ലാം കംപ്ലീറ്റ് ചെയ്യാനോ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അപ്പോൾ വീക്ക്ലി പ്ലാനിങ് ചെയ്യുമ്പോൾ നമുക്കൊരു ഓർഡർ കൊണ്ടുവരും. ഹോൾ പിക്ചർ, ഹോൾ വീക്കിലെ കാര്യങ്ങൾ കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഡെയിലി നമ്മൾ ഓരോരോ പ്രോബ്ലം വരുമ്പോൾ റിയാക്ട് ചെയ്യുന്നതിന് പകരം നേരത്തെ തന്നെ നമ്മൾ ഓരോ ദിവസവും എങ്ങനെ പോകും എന്നുള്ളത് ഒന്ന് പ്ലാൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ലൈക്ക് മീൽസ് ആവട്ടെ, ക്ലീനിങ് ആവട്ടെ, അതർ ജോലികളാകട്ടെ, പിന്നെ ഫാമിലിയുടെ ആക്ടിവിറ്റീസ് ആവട്ടെ. അപ്പോൾ അത് നമുക്ക് ആ ഒരു സ്ട്രെസ്സും ടെൻഷനും ഇൻഡിസിഷനും എല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ സമയം ലാഭിക്കാനും എല്ലാം നമുക്ക് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഓരോരോ ടാസ്കുകൾ നമുക്ക് ബാച്ചായിട്ട് ചെയ്യാം. ഒരു പ്രാവശ്യം ഷോപ്പ് ചെയ്യാൻ പോയാൽ മതി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ മെൻ്റലി നമ്മൾ ആ വീക്കിലേക്ക് പ്രിപ്പയർഡ് ആവാനും എല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു വീക്കിന് വേണ്ട ഒരു കലണ്ടർ പോലെ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു കലണ്ടർ നമ്മളെ ഗൈഡ് ചെയ്യും എങ്ങനെയാണ് വീക്ക് പോവുക എന്നുള്ളത്. ലൈക്ക് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ഉണ്ടാവുക എന്നുള്ളതല്ല. നമുക്ക് വേണമെങ്കിൽ ഓരോ ദിവസത്തേക്ക് നമുക്ക് ഓരോ ടാസ്കുകൾ അസൈൻ ചെയ്യാം. ലൈക്ക് ഇപ്പോൾ ക്ലീനിങ്ങിനാണെങ്കിൽ മൺഡേയ്സിൽ ലോണ്ട്രി, ട്യൂസ്ഡേയ്സിൽ ബാത്റൂം, വെനസ്ഡേയ്സ് ഗ്രോസറി ഷോപ്പിംഗ്, അങ്ങനെ എല്ലാം ഒരു ദിവസം ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് ഓരോ ദിവസവും ഓരോ ടാസ്കുകൾ കൊടുക്കാം. അപ്പോൾ നമ്മുടെ വർക്ക് ലോഡ് ഓരോ വീക്കിലേക്കും ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് അസൈൻഡ് ആയിട്ട് മാറും. പിന്നെ നമുക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ സാറ്റർഡേ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ദിവസത്തെ ടാസ്ക് നേരത്തെ തന്നെ ചെയ്തു വെക്കാനും എല്ലാം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സ്ട്രക്ചേർഡായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അടുത്ത വീക്ക്ലി പ്ലാനിങ്ങിൽ മെയിനായിട്ട് വരുന്നൊരു കാര്യമാണ് വീക്ക്ലി മീൽ പ്ലാനിങ് എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ഹോം മേക്കിംഗ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നേരത്തെ തന്നെ നമ്മുടെ മെനു ഡിസൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡെയിലി നമ്മൾ ഇന്ന് എന്തുണ്ടാക്കും, നാളെ എന്തുണ്ടാക്കും എന്ന ചോദ്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ കാശ് ലാഭിക്കാനും ഫുഡ് വേസ്റ്റ് പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഫാമിലിക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ട് ന്യൂട്രീഷൻ കൊടുക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു വീക്ക്ലി മീൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്താ, ലഞ്ച് എന്താ, ഡിന്നർ എന്താന്ന് 7 ദിവസത്തിന് എഴുതി വെക്കുക, ഇത്രേ ഉള്ളൂ. അപ്പം നമുക്ക് അതിനനുസരിച്ച് ഗ്രോസറി ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാനും പറ്റും. മീൽസ് പ്ലാൻ ആകുമ്പോഴത്തേനും നമുക്ക് ഓരോരോ കുക്കിംഗ് ബ്ലോക്സ് കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും മനസ്സിലാവും എന്താണ് ഉണ്ടാക്കുക, എന്തൊക്കെ വെറൈറ്റി ആയിട്ട് വരുന്നത്. അതുപോലെ കിച്ചണിലെ സ്ട്രെസ്സ് നമുക്ക് ഒഴിവാക്കാനും പറ്റും. ഇനി അതിൻ്റെ കൂടെ തന്നെ ഗ്രോസറിയും ഷോപ്പിംഗ് ലിസ്റ്റും ഒക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പം നമ്മുടെ വീക്കെൻഡിൻ്റെ മിഡിലായിട്ട് നമ്മുടെ സാധനങ്ങൾ തീർന്നു പോകുമ്പോൾ പിന്നെയും സ്ട്രെസ്സാണ് അല്ലേ. അപ്പോൾ വീക്ക്ലി ഗ്രോസറി നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഒരു 20 to 30 മിനിറ്റ്സ് എടുക്കുകയുള്ളൂ. നമ്മുടെ പാൻട്രി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ നല്ല അടിപൊളിയൊരു ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പ്രാവശ്യം നമ്മൾ പോകേണ്ടി വരില്ല. നമ്മുടെ കാശ് സേവ് ചെയ്യാനും പിന്നെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാനുള്ള ആ ഒരു ത്വര അതും ഒഴിവാക്കാനും ഒക്കെ പറ്റും. അപ്പോൾ അതുപോലെ നമുക്ക് നമ്മുടെ ഹെൽത്തി മീൽസിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിലുണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്തുകയും ചെയ്യും. അപ്പോൾ ഒരു അബദ്ധങ്ങളൊന്നും പറ്റാതെ കൂടുതലും വീട്ടിൽ തന്നെ ഹോംലി മീൽസ് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഈ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡേ അസൈൻ ചെയ്യാം. അപ്പോൾ അതൊരു ഹാബിറ്റായി മാറിയാൽ നമുക്കറിയാം ആ ഒരു ദിവസം എത്തുമ്പോഴത്തേനും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് പോകണമെന്ന്. അടുത്തത് നമുക്കൊരു ക്ലീനിങ് സ്കെഡ്യൂൾ പ്ലാൻ ചെയ്യാം. എല്ലാ ദിവസത്തെയും ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ടെൻഷനുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഡീപ്പ് ക്ലീനിങ് എല്ലാ ദിവസവും എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണതിന് പകരം ഓരോന്നിനും നേരത്തെ പറഞ്ഞ പോലെ സ്പെസിഫിക് ഡേയ്സ് നമുക്ക് കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ സ്പ്ലിറ്റായിട്ട് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് ഒരു വീക്കെൻഡൊക്കെ ആകുമ്പോഴത്തേനും ഒരുപാട് കാര്യങ്ങൾ ഇല്ലാണ്ട് തന്നെ ഇരിക്കും. അതുപോലെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഒരു ലോണ്ട്രി സിസ്റ്റം കൂടി വീക്ക്ലി പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യുക. ലൈക്ക് പലർക്കും ലോണ്ട്രി ഒരു സ്ട്രെസ്സുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ തോന്നുമ്പോൾ വാഷ് ചെയ്യാതെ ലൈക്ക് നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാം. ആളുകൾ കുറവുള്ളൊരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ ചെയ്താൽ മതി. അല്ലെങ്കിൽ എവറി ഡേ നമ്മളൊരു ലോഡ് ലോണ്ട്രി ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ നമുക്ക് ഫാമിലി ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യാം. ഹോം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പണികൾ ചെയ്യാമെന്ന് മാത്രമല്ല,
നമ്മൾ ഓരോരോ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്, മൂവിക്ക് പോകുന്നതോ പുറത്ത് പോകുന്നതോ അല്ലെങ്കിൽ ഈവനിങ് വാക്കിന് പോകുന്നു. അപ്പോൾ നമ്മളത് സ്കെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്വാളിറ്റി ടൈം ഉണ്ടാവും എന്നുള്ളതൊന്ന് ഉറപ്പ് വരും. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ഫാമിലി മെമ്പേഴ്സിനെല്ലാം നമുക്കൊരു വാല്യൂഡായിട്ട് തോന്നും. നമ്മൾ എന്താ കുട്ടികളൊക്കെ ആയിട്ടുള്ള ആ ടൈം സ്കെഡ്യൂൾ ചെയ്യുമ്പോഴേ ഒത്തിരി ഹാപ്പിനെസ് ഉണ്ടാവും. അപ്പോൾ ആ ലാസ്റ്റ് മിനിറ്റ് കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാനും പറ്റും. ലൈക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രോജക്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചൊക്കെ പ്ലാൻ ചെയ്ത് പോകണമല്ലോ, അങ്ങനെയൊക്കെ. ഇനി അടുത്തത് നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ സെൽഫ് കെയറും നമ്മൾ പ്ലാൻ ചെയ്യണമല്ലോ. നമ്മളത് എപ്പോഴും ലാസ്റ്റ് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാനും നമ്മുടെ എക്സസൈസിനും നമ്മുടെ ഹോബീസിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ടൈം അലോക്കേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു 30 മിനിറ്റ്സ് എങ്കിലും റീഡിങ്ങിനോ സ്കിൻ കെയറിനോ ഒന്ന് നടക്കാൻ പോകുന്നതോ എല്ലാം ഒന്ന് നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുക. അത് നമ്മുടെ ഫാമിലിക്കും നമ്മൾ നല്ലൊരു ഗുഡ് എക്സാമ്പിൾ കാണിക്കുന്നതാണ്. ലൈക്ക് നമ്മളെ തന്നെ കെയർ ചെയ്യുക എന്നുള്ളത്. അതല്ലെങ്കിൽ നമുക്ക് ആകെ ഈ ജോലികൾ ചെയ്ത് വല്ലാത്തൊരു മടുപ്പ് ഫീൽ ചെയ്യും. അപ്പം നമുക്ക് തന്നെ ഒരു ഫീല് വരും ദാറ്റ് യു ആർ നോട്ട് ജസ്റ്റ് എ ഹോം മേക്കർ, പക്ഷേ നമുക്കിതിൻ്റെ എല്ലാം ബാലൻസും സന്തോഷവും ഒക്കെ ഉള്ളൊരു നല്ലൊരു പേഴ്സണാണ് നമ്മൾ എന്നുള്ളൊരു റിമൈൻഡർ നമുക്ക് കിട്ടും. ഇനി അതുപോലെ തന്നെ നമുക്ക് വേറെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. ഇത് വീട്ടിലെ കുക്കിങ്ങും ക്ലീനിങ്ങും കൂടാതെ ഒക്കെ ചില പുറത്തൊക്കെ പോകേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പോക്ക് ഒരുമിച്ചങ്ങ് പോവാം അല്ലേ. ലൈക്ക് ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ പോകാനുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോകാനുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് ആക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സമയവും എല്ലാം ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് എഴുതി വയ്ക്കുമ്പോൾ ഇത് നമ്മൾ മറന്നു പോവുകയില്ല. ചില സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും ഒന്ന് എഴുതി വയ്ക്കുക. പിന്നെന്താണ്, അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ എഫിഷ്യൻസിയും അതുപോലെ സ്ട്രെസ്സ് കുറയ്ക്കാനും എല്ലാം നമുക്ക് സാധിക്കും. ഇനി അടുത്ത നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ് വീക്കിലി നമുക്ക് ഡീക്ലട്ടറിങ് സെഷൻസ് പ്ലാൻ ചെയ്യുക. കാരണം ഡീക്ലട്ടറിങ് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ അറിയാതെയാണ് ഈ ക്ലട്ടർ കയറി വരിക. അപ്പോൾ നമ്മൾ ഈ വീക്ക്ലി അതൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അണ്ടർ കൺട്രോൾ ഇരിക്കും. അപ്പോൾ ഒരു ഡീക്ലട്ടറിങ് സെഷനെങ്കിലും വീക്ക്ലി പ്ലാൻ ചെയ്യാം. ലൈക്ക് ഒരു ഡ്രോയറോ ഒരു വാർഡ്രോബോ ഒരു കിച്ചൺ ക്യാബിനറ്റോ അങ്ങനെ ഷോർട്ടായിട്ട് നമ്മൾ ഇങ്ങനത്തെ സെഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രോജക്റ്റ് ആവുന്നതിന് മുന്നേ തന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ നമ്മുടെ വീട് ഒന്ന് ലൈറ്ററായിട്ടും പീസ്ഫുള്ളായിട്ട് ഇരിക്കാനും ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമുക്ക് ആവശ്യമില്ലാത്ത ഐറ്റംസ് എല്ലാം നമുക്ക് ഒഴിവാക്കാനും ഡൊണേറ്റ് ചെയ്യാനും എല്ലാം നമുക്ക് പറ്റും. കുറേ നാൾ കഴിയുമ്പോഴത്തേനും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ വീട് ക്ലട്ടർ ഫ്രീ ആയിട്ടും കാമായിട്ടും ഇരിക്കുകയും ചെയ്യും. നമ്മുടെ ഹോം മേക്കിംഗ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഇനി നമുക്ക് വീക്ക്ലി ചെയ്യാവുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ ബഡ്ജറ്റ്, ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യാം അല്ലേ. അപ്പോൾ വീക്ക്ലി നമ്മളതൊന്ന് പ്ലാൻ ചെയ്യുന്നത് നല്ലതാണ്. നമ്മളുടെ എക്സ്പെൻസ്, നമ്മുടെ ബിൽസ്, നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റിവ്യൂ ചെയ്താൽ നല്ലതായിരിക്കും. കാരണം ചിലപ്പോൾ ഓവർ സ്പെൻഡിങ് ആയിട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്, ഫിനാൻഷ്യലി നമുക്ക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയൊക്കെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കുക. ലൈക്ക് ഗ്രോസറീസിന്, എമർജൻസീസിന്, ഫാമിലി നീഡ്സിനെല്ലാം നമ്മൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. അൺനെസസറി ആയിട്ട് എക്സ്പെൻസ് പോകുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ നമ്മുടെ ഫാമിലിയുടെ എന്താ പറയുക, കറക്റ്റായിട്ട് നമ്മുടെ ഇൻകത്തിനനുസരിച്ച് തന്നെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് നോക്കുക. അപ്പോൾ ഇത് നമ്മൾ ഓർഗനൈസ് ചെയ്ത് പോകുമ്പോഴത്തേനും ശരിക്കും ഒരു സ്ട്രെസ് ഫ്രീ ഫാമിലി ആയിട്ട് നമുക്ക് മാറാൻ പറ്റും. അതുപോലെ നമ്മൾ ഒരു മീൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മളൊരു ടൈം അസൈൻ ചെയ്യാൻ വേണ്ടി നോക്കുക. അതും നമ്മൾ പ്ലാൻ ചെയ്യണം. വീക്കെൻഡ്സിൽ ഒരു കുറച്ച് നേരം നമ്മൾ വെജിറ്റബിൾസ് ചോപ്പ് ചെയ്യാനും എന്തെങ്കിലും ദോശമാവോ എല്ലാം ഉണ്ടാക്കി വെക്കാനും പിന്നെ അതുപോലെ നമ്മുടെ ചിക്കനും ഫിഷും ഒക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇതൊക്കെ നമുക്ക് ബിസി ആയിട്ടുള്ള വീക്ക് ഡേയ്സിൽ കുക്കിംഗ് ഈസി ആക്കാനും ഫാസ്റ്റ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റും. ബിക്കോസ് ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അതുപോലെ നമ്മൾ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും പറ്റും. അങ്ങനെ അപ്പോൾ നമ്മൾ വീക്കിലി മീൽ പ്രിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് സമയം അലോക്കേറ്റ് ചെയ്യുക. ഇനിയത്തെ ഒരു കാര്യമാണ് ഒന്ന് റെസ്റ്റ് ഡേയ്സും നമുക്കൊന്ന് സ്കെഡ്യൂൾ ചെയ്താലോ. നമ്മൾ ഈ
നോൺ സ്റ്റോപ്പ് പണിയെടുക്കലാണല്ലേ. അപ്പോൾ അവിടെ നമുക്കൊരു റെസ്റ്റ് വേണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പുറത്ത് പോകാൻ, നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വലിയ പണിയില്ലാതെ ഒരു ആഫ്റ്റർനൂൺ അങ്ങനെ നോ മേജർ ക്ലീനിങ് അങ്ങനെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയം റിലാക്സ് ചെയ്യാനും ഫാമിലി ആയിട്ടുള്ള ടൈമും ഒക്കെ ആയിട്ട് വെക്കുക. അപ്പോൾ അതൊരു കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു ഡേ നമ്മൾ പ്ലാൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫിസിക്കലി ആൻഡ് ഇമോഷണലി നമ്മൾ റീചാർജ്ഡ് ആവും അല്ലേ. അപ്പോൾ അത് നമുക്ക് ഹോം മേക്കിംഗ് കുറേയും കൂടി എൻജോയ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഈ മൂവി ഡേ ഒക്കെ ഉണ്ടാവില്ലേ അങ്ങനെ. അതല്ലെങ്കിൽ നമ്മൾ ആകെ എക്സോസ്റ്റഡ് ആയി പോവും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസിൻ്റെ കൂടെ നമ്മുടെ വെൽബീയിങ്ങും കൂടി നമ്മൾ നോക്കണം. അതുപോലെ ബിസി ഡേയ്സ് നമ്മൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രത്യേകം പ്ലാൻ ചെയ്യുക. ലൈക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സമയം കുറച്ചല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അന്നത്തേക്ക് നമുക്ക് കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു മീൽ പ്ലാൻ ചെയ്യാം. അന്ന് അധികം പണികൾ ചെയ്യണ്ടെന്ന് തന്നെ വയ്ക്കാം. അപ്പോൾ അത് നമ്മൾ നേരത്തെ തന്നെ ചെയ്യുവാണെങ്കിൽ നമുക്ക് സമയം കിട്ടും. നമ്മൾ എളുപ്പത്തിൽ പുട്ടോ അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാം. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സ്നാക്സ് പാക്ക് ചെയ്യാനോ യൂണിഫോം അയൺ ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് നേരത്തെ ചെയ്ത് വയ്ക്കാം, നമുക്ക് ഈ അപ്പോയിൻമെൻറ്റ്സ് ഉള്ള ദിവസം. അതുപോലെ നമ്മൾ വീക്കിലി നമ്മളൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാം, നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ആ ഒരു വീക്ക് എങ്ങനെ പോയി, എത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് എങ്ങനെ നെക്സ്റ്റ് വീക്ക് ഇമ്പ്രൂവ് ചെയ്യാം, ഇതൊക്കെ ഒന്ന് നോക്കുക. പല പ്രശ്നങ്ങളും വരുമല്ലേ ഫാമിലി ആകുമ്പോൾ. സ്കെഡ്യൂളിൽ പ്രശ്നം വരും, ആൾക്കാരുടെ മൂഡിൽ പ്രശ്നം വരും, നമ്മുടെ എനർജി ലെവൽസ് നമുക്ക് വയ്യാണ്ടായാൽ. പക്ഷെ നമ്മളെപ്പോഴും ഒന്ന് ഫ്ലെക്സിബിളായി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചിട്ട് നമ്മൾ സ്ട്രെസ് ആവാതെ അതെങ്ങനെ നമുക്ക് നെക്സ്റ്റ് ടൈം അവോയ്ഡ് ചെയ്യാമെന്ന് നോക്കുക. അത് നമ്മളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാനും എല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുപോലെ നമ്മൾ കെയർഫുള്ളി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴത്തേനും ഹോം മേക്കിംഗ് നമ്മുടെ ഒരു നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലായിട്ട് മാറും. അതുപോലെ ലോങ് ടേമിൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വീക്ക്ലി പ്ലാനിങ്ങിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ആ ഹൈപ്പ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.